യെശയ്യാവ് 42:13 മുതൽ 25 വരെ. യഹോവ ഒരു വീരനെ പോലെ പുറപ്പെടും, ഒരു യോദ്ധാവിനെ പോലെ തീഷ്ണതയെ ജ്വലിപ്പിക്കും. അവൻ ആർത്തു വിളിക്കും, അവൻ ഉച്ചത്തിൽ ആർക്കും തൻ്റെ ശത്രുക്കളോട് വീര്യം പ്രവർത്തിക്കും. ഞാൻ ബഹുകാലം മിണ്ടാതിരുന്നു, ഞാൻ മൗനമായി അടങ്ങി പാർത്തിരുന്നു. ഇപ്പോഴോ നോവ് കിട്ടിയ സ്ത്രീയെപ്പോലെ ഞാൻ നിരങ്ങി നിറവേറ്റപ്പെട്ട് കരക്കാതിക്കും. ഞാൻ മലകളെയും കുന്നുകളെയും ശൂന്യമാക്കി അവയുടെ സസ്യങ്ങളെയെല്ലാം ഉണക്കിക്കളയും. ഞാൻ നദികളെ ദ്വീപുകളാക്കും, പൊയ്കളെ വറ്റിച്ചു കളയും. ഞാൻ കുരുടന്മാരെ അവർ അറിയാത്ത വഴിയിൽ നടത്തും, അവർ അറിയാത്ത പാതകളിൽ അവരെ സഞ്ചരിക്കുമാറാക്കും. ഞാൻ അവരുടെ മുന്നിൽ ഇരുട്ടിനെ വെളിച്ചവും ദുർഘടങ്ങളെ സമഭൂമിയും ആക്കും. ഞാൻ ഈ വചനങ്ങളെ വിട്ടുകളയാതെ നിവർത്തിക്കും. വിഗ്രഹങ്ങളിൽ ആശ്രയിച്ച് ബിംബങ്ങളോട് നിങ്ങൾ ഞങ്ങളുടെ ദേവന്മാരെന്ന് പറയുന്നവൻ പിന്തിരിഞ്ഞ് ഏറ്റവും ലജ്ജിച്ചു പോകും. ചേട്ടന്മാരെ കേൾപ്പിൻ, കുരുടന്മാരെ നോക്കി കാണുവിൻ. എൻ്റെ ദാസനല്ലാത്ത കുരുടനാർ, ഞാൻ അയക്കുന്ന ദൂതനെ പോലെ ചെകിടനാർ, എൻ്റെ പ്രിയനെ പോലെ കുരുടനും യഹോവയുടെ ദാസനെ പോലെ അന്ധനുമായവനാർ. പലതും കണ്ടിട്ട് നീ സൂക്ഷിക്കുന്നില്ല, ചെവി തുറന്നിരുന്നിട്ടും അവൻ കേൾക്കുന്നില്ല. യഹോവ തൻ്റെ നീതി നിമിത്തം ഉപദേശത്തെ ശ്രേഷ്ഠമാക്കി മഹത്വീകരിക്കാൻ പ്രസാദിച്ചിരിക്കുന്നു. എന്നാൽ ഇത് മോഷ്ടിച്ചും കവർന്നും പോയിരിക്കുന്ന ജനമാകുന്നു. അവരൊക്കെയും കുഴികളിൽ കുടുങ്ങിയും കാരാഗ്രഹങ്ങൾ അടയ്ക്കപ്പെട്ടു മരിക്കുന്നു. അവർ കവർച്ചയ്ക്കായി പോയി ആരും വിടുവിക്കുന്നില്ല. അവർ കൊള്ളയായി പോയി മടങ്ങിത്തരിക എന്ന് ആരും പറയുന്നുമില്ല. നിങ്ങളിൽ ആർ അതിന് ചെവി കൊടുക്കും? ഭാവി കാലത്ത് ആർ ശ്രദ്ധിച്ചു കേൾക്കും? യാക്കോബിനെ കൊള്ളയായും ഇസ്രായേലിനെ കവർച്ചക്കാർക്കായും ഏൽപ്പിച്ചു കൊടുത്തവൻ ആർ? യഹോവ തന്നെയല്ലോ. അവനോട് നാം പാപം ചെയ്തത് പോയി അവൻ്റെ വഴികളിൽ നടപ്പാൻ അവർക്ക് മനസ്സിലായിരുന്നു. അവൻ്റെ പ്രമാണം അവർ അനുസരിച്ചിട്ടുമില്ല. അതുകൊണ്ട് അവൻ തൻ്റെ ഉഗ്രകോപവും യുദ്ധകാഠിന്യവും അവരുടെ മേൽ പകർന്നു. അത് അവരുടെ ചുറ്റും ജ്വലിച്ചിട്ട് അവർ അറിഞ്ഞില്ല. അത് അവരെ ദഹിപ്പിച്ചിട്ടും അവർ കൂട്ടാക്കിയില്ല.